ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഈ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൽ വരുന്നത് നെറ്റ്വർക്ക് തിയറംസ് ആണ്, അല്ലെങ്കിൽ സർക്യൂട്ട് തിയറംസ് ആണ് വരുന്നത്. പല ടൈപ്പ് തിയറംസ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ തിയറംസിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ സബ്ജക്ട്സിലും കാണാൻ പറ്റും. അതായത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പവർ സിസ്റ്റംസ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഇലക്ട്രോണിക്സ് എല്ലായിടത്തും ഈ നെറ്റ്വർക്ക് തിയറംസിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. അപ്പോൾ നമുക്ക് എന്താണ് സർക്യൂട്ട്, എന്താണ് നെറ്റ്വർക്ക് എന്ന് നോക്കാം. അപ്പോൾ സർക്യൂട്ട്സ് എന്താണെന്നും നെറ്റ്വർക്ക് എന്താണെന്നും ഒക്കെ നിങ്ങൾ സ്കൂൾ ലെവൽ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നെറ്റ്വർക്ക്? നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എലമെൻസിൻ്റെ ഒരു കണക്ഷൻ. ഇലക്ട്രിക്കൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ അതിൽ റെസിസ്റ്റേഴ്സ് ഉണ്ടാവാം, കപ്പാസിറ്റേഴ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ സോഴ്സസ്, വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, അങ്ങനെയുള്ള പല എലമെൻസിൻ്റെ ഒരു കണക്ഷനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് തന്നെയാണ്, പക്ഷേ സർക്യൂട്ടിൽ എപ്പോഴും ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവും. ഒരു സോഴ്സും ഉണ്ടാവും, ഒരു ക്ലോസ്ഡ് പാത്തും ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് പാത്തുള്ള നെറ്റ്വർക്കിനാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊരു വോൾട്ടേജ് സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് വെക്കുക, ആൻഡ് റെസിസ്റ്റൻസ്. അപ്പം ഇങ്ങനെയൊരു കണക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു നെറ്റ്വർക്കാണ് അല്ലേ, പക്ഷേ ഇതൊരു സർക്യൂട്ടാണോ? ഇതൊരു സർക്യൂട്ട് അല്ല, ബിക്കോസ് ഇതിൽ കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്ലോസ്ഡ് പാത്ത് ഇല്ല. സോ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ബട്ട് ഇറ്റ്സ് നോട്ട് എ സർക്യൂട്ട്. ഇനി ഇതൊരു സർക്യൂട്ട് ആവണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? ഇതിലൊരു ക്ലോസ്ഡ് പാത്ത് വരണം. ഇപ്പോൾ ഇതൊരു സർക്യൂട്ടായി. സോ ഇതാണ് സർക്യൂട്ടും നെറ്റ്വർക്കും. സോ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർകണക്റ്റഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ആണ്. സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നെറ്റ്വർക്ക് ഉള്ളി, പക്ഷേ ഇതിനൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് എന്താണ്? ഫസ്റ്റ് പിക്ചറിൽ വരുന്നത് ഒരു നെറ്റ്വർക്കുമാണ്, ഒരു സർക്യൂട്ടുമാണ് അല്ലേ? ഫസ്റ്റ് പിക്ചറിൽ വരുന്നത് നെറ്റ്വർക്കുമാണ്, സർക്യൂട്ടുമാണ്. ക്ലോസ്ഡ് പാത്ത് ഉണ്ട്, സോ ഇറ്റ്സ് എ സർക്യൂട്ട് ഓൾസോ. ഇനി സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് അതൊരു നെറ്റ്വർക്കാണ്, പക്ഷേ അതൊരു സർക്യൂട്ടാണോ? സർക്യൂട്ടല്ല. കാരണം അവിടെ ഒരു കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടൊരു ക്ലോസ്ഡ് പാത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സോ ഇറ്റ്സ് നോട്ട് എ സർക്യൂട്ട്, ഇറ്റ്സ് എ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് തിയറംസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടേംസ് എല്ലാം തന്നെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇനിയുള്ള തിയറംസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഫസ്റ്റ് വരുന്ന സർക്യൂട്ട് എലമെൻറ്റ്. നമ്മൾ പറഞ്ഞു ഒരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിഫറെൻറ്റ് എലമെൻസിൻ്റെ ഒരു കണക്ഷനാണ് വരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിൽ കൂടുതലോ ടെർമിനൽസ് ഉള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസാണ് സർക്യൂട്ട് എലമെൻറ്റ്. ഇപ്പോൾ സർക്യൂട്ട് എലമെൻറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ഡയോഡ്സ്, ഡിഫറെൻറ്റ് സോഴ്സസ് ലൈക്ക് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, ഇതെല്ലാം തന്നെ സർക്യൂട്ട് എലമെൻറ്റ്സ് ആണ്. ഇനി അടുത്ത വരുന്നത് നോഡാണ്. നോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോഡിന് എന്താണ് നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഒരു സർക്യൂട്ടിലെ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 വോൾട്ട് സോഴ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ റെസിസ്റ്റേഴ്സും 1 ഓം, 2 ഓം, 3 ഓം, 5 ഓം, 10 ഓം, ഇതെല്ലാം തന്നെ സർക്യൂട്ട് എലമെൻറ്റ്സ് ആണ്. ഇനി ഇതിൽ എത്ര നോഡ് ഉണ്ടെന്ന് പറയാമോ? അപ്പോൾ ഇതിൽ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോഡ് വരുന്ന ഏതാണ്? ആ 4 വോൾട്ട് സോഴ്സും 1 ഓം റെസിസ്റ്ററും മീറ്റ് ചെയ്യുന്ന നോഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് നോഡ് 1. പിന്നെ അടുത്തത് 1 ഓം, 2 ഓം, 5 ഓം റെസിസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ദിസ് ഈസ് ഓൾസോ എ നോഡ്.
ഇനി അടുത്ത നോഡ് 2 ഓം 3 ഓം റെസിസ്റ്റേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് ഈസ് ദ തേർഡ് നോഡ്. ഇനി ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 2 പോയിന്റ്സ് കാണാം. പക്ഷേ ഇത് 2 നോഡാണോ? ഇത് 2 നോഡായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എലമെൻറ്റ്സ് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല അല്ലേ. സോ ഇതിനെ നമുക്ക് 2 നോഡായിട്ട് എടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് 1 നോഡ്. ഇങ്ങനെ ഇതൊരൊറ്റ നോഡാണ്. അതിൽ 10 ഓം 5 ഓം 3 ഓം റെസിസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന ഒരു നോഡാണിത്. ദാറ്റ് ഈസ് ദ ഫോർത്ത് നോഡ്. ഇനി ഒരു നോഡുണ്ട് അല്ലേ, 4 വോൾട്ട് സോഴ്സും 10 ഓം റെസിസ്റ്ററും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ദിസ് ഈസ് ഓൾസോ എ നോഡ്. അങ്ങനെ ഇവിടെ 5 നോഡ്സ് ആണുള്ളത്. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ജംഗ്ഷൻ. എന്താണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു നോഡ് തന്നെയാണ്. പക്ഷേ ജംഗ്ഷനിൽ 3ഓ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നോഡ് എന്ന് പറഞ്ഞാൽ മിനിമം 2 എലമെൻറ്റ്സ് മീറ്റ് ചെയ്താൽ മതി. പക്ഷേ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിനിമം 3 എലമെൻറ്റ്സ് ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ എത്ര ജംഗ്ഷൻ ഉണ്ടെന്ന് പറയാമോ? എത്ര ജംഗ്ഷൻ ഉണ്ട് ഇതിൽ? 3 എലമെൻറ്റ്സ് മീറ്റ് ചെയ്യണം അല്ലേ, മിനിമം 3 എലമെൻറ്റ്സ് മീറ്റ് ചെയ്യണം. സോ 1 ഓം 2 ഓം 5 ഓം റെസിസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന അതൊരു ജംഗ്ഷൻ. ഇതൊരു ജംഗ്ഷനാണ്. അതുപോലെ തന്നെ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് 5 ഓം 3 ഓം 10 ഓം മീറ്റ് ചെയ്യുന്ന ഇത് രണ്ടാമത്തെ ജംഗ്ഷൻ. സോ ഇവിടെ ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇനി എങ്ങും 3 എലമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ല അല്ലേ. സോ 2 ജംഗ്ഷൻസ് ആണ് ഈ ഒരു ഫിഗറിൽ ഉള്ളത്. A node where 3 or more components joined together, that is called junction. ഇനി അടുത്തത് വരുന്നത് ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 നോഡിനിടയ്ക്ക് വരുന്ന ഒരു പാത്ത്, അതിനാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 2 നോഡിനിടയ്ക്ക് വരുന്ന പാത്ത് എന്ന് പറയുമ്പോൾ ദിസ് 1 ഓം അതൊരു ബ്രാഞ്ചാണ്. പിന്നെ ഈ 2 ഓം ഇതൊരു ബ്രാഞ്ചാണ്. നമുക്കിതിലെ നോട്ട്സ് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2 നോഡിനിടയ്ക്ക് വരുന്ന പാത്താണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഈ സർക്യൂട്ടിൽ എത്ര ബ്രാഞ്ച് ഉണ്ടാവും? അതായത് ഈ 1 ഓം റെസിസ്റ്റർ ഇതൊരു ബ്രാഞ്ചാണ്. പിന്നെ ഈ 2 ഓം റെസിസ്റ്റർ വരുന്ന ഇതൊരു ബ്രാഞ്ച്. പിന്നെ ഈ 3 ഓം റെസിസ്റ്റർ വരുന്ന ഇതൊരു ബ്രാഞ്ചാണ്. പിന്നെ 5 ഓം റെസിസ്റ്റർ വരുന്നു, ഇതൊരു ബ്രാഞ്ച്. 10 ഓം റെസിസ്റ്റർ വരുന്ന ദിസ് വൺ ഈസ് എ ബ്രാഞ്ച്. പിന്നെ ഈ വോൾട്ടേജ് സോഴ്സ് കാണിച്ചിരിക്കുന്ന അതും ഒരു ബ്രാഞ്ചാണ്. അങ്ങനെ ഇവിടെ ആകെ 6 ബ്രാഞ്ചസ് ആണ് ഈ ഒരു സർക്യൂട്ടിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ലൂപ്പ് ആൻഡ് മെഷ് ആണ്. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിലെ ക്ലോസ്ഡ് പാത്ത്, എലമെൻസിൻ്റെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലോസ്ഡ് പാത്തിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുമ്പേ എടുത്ത ആ സെയിം ഫിഗർ തന്നെ എടുക്കാം. അപ്പോൾ ഇതിൽ എത്ര ലൂപ്പ് ഉണ്ടെന്ന് പറയാമോ? ക്ലോസ്ഡ് പാത്തിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ് ഫസ്റ്റ് വൺ. ഇനി അടുത്ത ലൂപ്പ് ഇത് രണ്ടാമത്തെ ലൂപ്പാണ്. ഇങ്ങനെ ഓരോ ക്ലോസ്ഡ് സർക്യൂട്ട്, അതിനാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ ലൂപ്പാണ്. ഇനി ഇതിൽ ഒരു ലൂപ്പ് കൂടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഈ 2 ലൂപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൂപ്പ്. അതുകൊണ്ട് സോ ഈ ഫിഗറിൽ നമുക്ക് 3 ലൂപ്സ് ആണ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ ഒരു ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇലക്ട്രിക്കൽ എലമെൻറ്റ്സ്, അതിനാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫിഗറിൽ നമുക്ക് 3 ലൂപ്സ് ആണ് ഉള്ളത്. ഇനി മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലൂപ്പ് തന്നെയാണ്. പക്ഷേ ഈ മെഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു സിംഗിൾ ലൂപ്പായിരിക്കും. ഒരു ലൂപ്പിനുള്ളിൽ വേറൊരു ലൂപ്പ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇപ്പം നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞതിനകത്ത് 1, 2, 3 3 ലൂപ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ മൂന്നാമത് വരുന്ന ലൂപ്പ് അതൊരു മെഷായിട്ട് എടുക്കാൻ പറ്റില്ല. സോ ആദ്യം പറഞ്ഞ ആ 2 ലൂപ്സ് അത് മാത്രമാണ് മെഷായിട്ട് വരിക. അതായത് മെഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊരു മെഷാണ് ആൻഡ് ദിസ് ഈസ് ഓൾസോ എ മെഷ്. ഇത് രണ്ടും കൂടി ഇൻവോൾവ് ചെയ്ത് നമ്മളൊരു ലൂപ്പ് കാണിച്ചു, അതൊരു മെഷ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഒരു മെഷിനുള്ളിൽ ഒരു ലൂപ്പാണ് മെഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ മറ്റൊരു ലൂപ്പ് വരില്ല. സോ ദാറ്റ് ഈസ് മെഷ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ 2 മെഷാണ് ഉള്ളത്. 3 ലൂപ്പും 2 മെഷുമാണ് ഈ സർക്യൂട്ടിൽ ഉള്ളത്.
ഇനി അടുത്തത് പോർട്ട്. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസ്. ഒരു സർക്യൂട്ടിലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ടെർമിനൽസിനാണ് പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ്. അപ്പോൾ നിങ്ങൾ AC സർക്യൂട്ട്സ് ഒക്കെ അനാലിസിസ് വരുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഈസ് ഇക്വലൻറ്റ് സർക്യൂട്ട്. എന്താണ് ഇക്വലൻറ്റ് സർക്യൂട്ട്? എല്ലാ സർക്യൂട്ട്സും നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടല്ല, അല്ലേ? സർക്യൂട്ട്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് ഒക്കെ യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് കോംപ്ലക്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതിനാണ് നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് സെയിം ഇൻപുട്ട് ഔട്ട്പുട്ട് ടെർമിനൽ ആയിരിക്കും ഈ ഈക്വലൻറ്റ് സർക്യൂട്ടിലും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കണക്ഷൻസ്, ഇപ്പോൾ കുറേ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീരീസ്, പാരലൽ, അങ്ങനെ പല കണക്ഷൻസ് ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു സിമ്പിൾ ഫോമിലോട്ട് ആക്കും. അതിനാണ് ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എലമെൻസിനെ കുറിച്ച് പറഞ്ഞു. ഒരു സർക്യൂട്ടിൽ ഈ ഇലക്ട്രിക്കൽ എലമെൻസിൻ്റെ ഒരു കണക്ഷനാണ് വരുന്നത്. ഇനി ഈ എലമെൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആക്റ്റീവ് എലമെൻസും പാസീവ് എലമെൻസും. അപ്പോൾ എന്താണ് ആക്റ്റീവ് എലമെൻസ്? ഒരു സർക്യൂട്ടിലേക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന, എനർജി ഡെലിവർ ചെയ്യുന്ന എലമെൻസ് ആണ് ആക്റ്റീവ് എലമെൻസ്. എക്സാമ്പിൾസ് വരുന്നത് കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്, ഇതൊക്കെ ആക്റ്റീവ് എലമെൻസ് ആണ്. ദേ പ്രൊവൈഡ് പവർ ടു ദ സർക്യൂട്ട്. ഇനി അടുത്തത് വരുന്നത് പാസീവ് എലമെൻസ് ആണ്. പാസീവ് എലമെൻസ് എന്ന് പറഞ്ഞാൽ അവർ എനർജി ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല, സർക്യൂട്ടിലേക്ക് എനർജി ഒന്നും അങ്ങനെ ഡെലിവർ ചെയ്യുന്നില്ല. പകരം എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നത്. പാസീവ് എലമെൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്. അപ്പോൾ ഈ റെസിസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? റെസിസ്റ്റേഴ്സ് എനർജിയെ ഡെസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, എനർജി ഡെസിപ്പേഷൻ, അതാണ് റെസിസ്റ്റേഴ്സിൽ ഹാപ്പൻ ചെയ്യുന്നത്. കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ എനർജിയെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ്, എനർജി സ്റ്റോർ ചെയ്യുകയാണ് കപ്പാസിറ്റേഴ്സ് ചെയ്യുന്നത്. ഇൻഡക്റ്റേഴ്സ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോമിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ലേറ്റർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഒക്കെ തന്നെയും പാസീവ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡെലിവർ പവർ ടു ദ സർക്യൂട്ട്. ഓക്കെ.